നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ചോദ്യങ്ങൾ വിഷ്ണു എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. സർ, ജിയോ തരത്തിനേറ്റി പിടിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത് സർ. അത് IPO ഇടുന്നു, ഞാൻ ഷിലു സച്ചുപുറത്തല്ലേ. എന്നിട്ട് IPOയിൽ ഇടുന്നു. ഞാൻ ഫൈനാൻഷ്യൽ ഷെയർസ് കൊണ്ടുപോയി അത് വന്നു. ആളുകളെ മനസ്സിലാക്കണം. അന്ന് എൻ്റെ അച്ഛൻ എന്തോ IPOയിൽ ഇട്ട് എടുത്തു. ഇന്ന് നിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയാൻ വരുന്നു എന്നാൽ, നിന്നെ കൊണ്ട് ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഇങ്ങനെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. Xiaomi money is invested in Jio. It cannot be profitable. അവർ അതിനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കണക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ഇയർ 5 ഇയർത്തിനൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല പ്രോഫിറ്റ് ഒക്കെ വന്നിരിക്കുന്നു. എന്താണ് നിങ്ങൾ വന്നിട്ട് അതിനെ വേണ്ടാതെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഏതോ സാമ്പരും ബസ്റ്റാകും എന്ന് സാർ പറയുന്നു. റിലയൻസിലെ പുറത്തും പട്ടിൽ ഇങ്ങനെ ബസ്റ്റ് ആയതുപോലെ അറിയാൻ പറ്റുന്നില്ലല്ലോ സർ. തമ്പി എന്തായി? തമ്പിക്ക് ഈക്വൽ ആയിട്ട് പാതി കൊടുത്തിരിക്കുന്നു. പാതി പിടിച്ചു കൊടുത്തല്ലേ. അനിയനല്ലേ ഈ തിയേറ്റർ വാല്യൂ. അതിന് ശേഷം ഇന്ന് അനിയൻ എവിടെയാണ് ഇരിക്കുന്നു? ഇവർ മാത്രം എങ്ങനെയാണ് അവർ തരുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു? അങ്ങനെ ഒന്നുമല്ല. ഇത് സ്വന്തം കാശിൽ ശൂന്യം വെച്ചതുപോലെയാണ്. ഇത് ചെയ്യുന്നുവെന്ന് അറിയാതെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ എടുക്കാല്ലേ? അതേ റിലയൻസ് കമ്പനീനെ മുകേഷ് അംബാനിയുടെ അടുത്ത് കൊടുത്തിരുന്നാൽ ഇത് വേൾഡ് ക്ലാസ് കമ്പനിയായിട്ട് മാറി. ഇതൊന്നും മാറാൻ്റെ ചാൻസസ് ഒന്നും ഇല്ല. ബോസ് മുകേഷ് അംബാനിയെ കാശ് നോക്കുന്നു എന്നാൽ അവരുടെ അച്ഛൻ്റെ ക്യാഷ് മെഷീൻ അവർക്ക് കിട്ടി. റിഫൈനറിലിരുന്ന് വെളിനാട്ടിലും ദുബായിലും റിഫൈനറി ഉണ്ട്. പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം തനിയാ നിൽക്കുന്നു. ഇതന്നെ ക്യാപിറ്റൽ, ഇതാണ് കടൻ, ഇത് കാര്യം, ഇതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. ഇത് എത്രയും പ്രോഫിറ്റും എന്ന് അറിയുന്നു. റിലയൻസിനടുത്ത് പിരിക്കാൻ ട്രെൻഡിനെ കുറിച്ച് ഞാൻ അടുത്ത് വരാം സർ. ഞാൻ പറയാം. എന്താണ് നീ ട്രെൻഡിനെ റിലയൻസിനടുത്ത് പിരിക്കുന്നില്ല? അതൊരു മൈനർ സബ്സിഡറി അല്ലേ സർ? മൈനർ അല്ലല്ലോ, അവൻ്റെ നല്ല ടേൺ ഓവറിൽ ഈക്വൽ ലാർജിനൊക്കെ സംസാരിച്ചല്ലേ. ഈ ഒരു റിലയൻസ് കടയിലകത്ത് പോ, നീ ഒരു ട്രെൻഡ് സൂഡിയോയുടെ കടയിലകത്ത് പോ, ഡിഫറൻസിനൊക്കെ കാണാൻ പറ്റുന്ന ഇല്ലയാ നോക്കി പറ. അറിയാൻ പറ്റുന്നു സർ. ഞാൻ 2 പ്രാവശ്യം പോയിരിക്കുന്നു എന്ന് എനിക്കറിയാം. കട എങ്ങനെ ഇരിക്കും വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ? ഇല്ല, കടയിലകത്ത് പോകുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഇരിക്കുന്നു? എന്ത് ചോദിക്കാൻ വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ ഡിഫറൻസ് ഉള്ളത് പോലെ തോന്നുന്നില്ല. ഹാൻഡിൽ ചെയ്യുന്നതിലിരുന്ന് ഡിഫറൻസ് ഇരിക്കുന്നു. വെബ്സൈറ്റ് പോയിരിക്കുമെങ്കിൽ ഒരു ജോയറകത്ത് പോകുവാണെങ്കിൽ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസിൽ തന്നെ നിനക്ക് വ്യത്യാസം അറിയാൻ പറ്റും. സൂഡിയോയിൽ ഇരിക്കുമ്പോഴെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ സൂഡിയോ ചെന്നതില്ല. വെബ്സൈറ്റിനും ഇവർക്കും തന്നെ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ സർ. ഇങ്ങനെ പറഞ്ഞ കാരണം ഞാൻ ചോദിക്കുന്നു. ഞാനിപ്പോൾ എന്ത് പറയുന്നു എന്നാൽ, നീ ഇതിനെ തനിയായിട്ട് പിരി. ഇത്രയും ബ്രാഞ്ച് റീറ്റെയിൽ വാങ്ങി എത്രയും ഓടിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് മനസ്സിലാവുന്നത് പോലെ പറയാം. എത്രയും ബ്രാൻഡ് വാങ്ങി, ഒരുപാട് വാങ്ങി. അതൊക്കെ എവിടെ? നാഷണൽ ബ്രാൻഡ്സേ ഒരുപാട് വാങ്ങി. അതൊക്കെ എവിടെ ചെന്നു? അത് വൺ ഓഫ് ദി കമ്പനി സർ. അതില് ഇല്ലല്ലോ, ഒരുപാടെണ്ണം മൂടിയല്ലോ. പെർഫെ എന്തായി? ബൺലാൻഡർ എന്തായി? അൻസോ എന്തായി? പോലെ ഒരുപാട് ക്ലോത്തിന്റെ ബ്രാൻഡൊക്കെ വാങ്ങിയല്ലോ. അതെവിടെ? അരവിന്ദ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു തോന്നുന്നു സർ. അരവിന്ദ് തനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ആസ് എ കമ്പനി ദാറ്റ് ഈസ് ഡൂയിങ് B2B ആൻഡ് to be very good B2B ബിസിനസ്. 10 ബിസിനസ്സിൽ 10 ഷെയറിൽ 4 ഷെയർ ഓക്കും എന്നതുപോലെ കമ്പനി നീ ചേർത്ത് വച്ചിരിക്കുന്നല്ലേ. നീ കമ്പനിയെ പിരിച്ചുപോയി. ആ ജോലി തന്നെ തുടങ്ങിയിരിക്കുന്നല്ലേ സാർ? തുടങ്ങിയില്ല. 5 വർഷത്തിന് മുമ്പ് ചോദ്യം ചോദിച്ചു. 5 വർഷത്തിന് ചോദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുന്നു. ഓക്കെ. അതാണ് എയർടെൽ സക്സസ്ഫുൾ ദാൻ ജിയോ. സാറ്റിസ്ഫാക്ഷൻ സർ. ഈ കസ്റ്റമർ ഈസ് പേയിങ് മോർ അറ്റൻഷൻ ടു എയർടെൽ ദാൻ ജിയോ. ആർപ്പോ എവിടെ? അവരെ ആർപ്പോ എവിടെ? കോംപ്ലക്സ് പിന്നെ എനിക്ക് അക്കൗണ്ട്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ആർപ്പോ എത്ര, അവരെ ആർപ്പോ എത്ര? ഒരേ മാതിരി തന്നെ സർ. ആരുടെ ആർപ്പോ എന്ന് നോക്ക്. ഓക്കെ, എയർടെൽ വന്നിട്ട് 259 പെർ മന്ത്, ജിയോ വന്നിട്ട് 213 പെർ മന്ത്. ഇത്രയായി ഡിഫറൻസ് ഇരിക്കുന്നു സാർ. ഒരു 13% നോക്ക്. 20% ഇരിക്കുന്നു. ജിയോ 20% കുറവ്. ഇതെന്താ ബെറ്റർ എന്ന് പറയുന്നു ഞാൻ. 20% എക്സ്ട്രാ ചെയ്യുന്നു. ക്ലയന്റ് ആൻഡ് ഗെറ്റിംഗ് 20% എക്സ്ട്രാ റവന്യൂ. ഓക്കെ, നിങ്ങൾ ആസ് എ ഇൻവെസ്റ്റർ നോക്കുന്നു. ഞാൻ എങ്ങനെ നോക്കും? നീ ഒരു ക്രാക്കി, ഞാനൊരു ക്രാക്കി, ഇവർക്ക് ഒരേ ഇത് തന്നെ. 20% എക്സ്ട്രാ ആയിരുന്ന ആ 20 എന്ന് പറയുന്നത് സർവീസിന് നമ്മൾ പേ ചെയ്യും. ഹി വിൽ ഡ്രാ മോർ അല്ലേ? 20% പെർ കസ്റ്റമർ. ഹൗ മെനി മീഡിയം കസ്റ്റമർ? വാട്ട് വിൽ ബി ദി ഡിഫറൻസ്? ഇൻ ഹയർ ആൻഡ് ഹയർ ബ്രാക്കറ്റ്, ആവറേജിനെ വിട്. പീപ്പിൾ ലൈക്ക് മീ, യു വോണ്ട് ഈവൻ ലുക്ക് അറ്റ് ജിയോ. ഈ ബില്ല് എത്രയെന്ന് എനിക്കറിയത്തില്ല. ഹിസിലിരുന്ന് കെട്ടും. ഇല്ലേ എനിക്കറിയത്തില്ല. മുമ്പേ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ ഇപ്പം അത് നോക്കുന്നത് പോലെ ഇല്ല. ഇപ്പം എന്താകും എന്നാൽ, if companies go bigger എന്ന് വെച്ചോ, ആ കമ്പനിക്ക് താകത്ത് വരും. എന്നിട്ട് സ്റ്റാക്ക് ബ്രോക്കർ ലീസ് ചെയ്യുന്നു എന്നാൽ അർബൻ കളക്ഷൻ ലീസ് ചെയ്യുമ്പോൾ ടാറ്റ കറക്ഷൻ വരും. ദി ഹയർ ദി വാല്യൂ, യു വിൽ നോട്ട് ബി ഏബിൾ ടു പെർഫോം അല്ലേ.
0 പെർഫോമൻസ് ഇന്റർനെറ്റ് ഫ്രീ ആയി കൊടുക്കുന്ന ഇടത്തിൽ അതിന്റെ പെർഫോമൻസ് ഇരിക്കണം. ഇത് ഒന്നായ ഓക്കെ. ലയൻസ് ഇസ് എ വെരി ഗുഡ് ലിങ്ക് ബി ബിസിനസ് പ്ലെയർ, നോട്ട് എ B2C പ്ലെയർ. നീങ്ങളും ഒരു വലിയ കോർപ്പറേറ്റ് എടുത്ത് പോയി കൺസ്യൂമർ ഫേസിങ് എൻ്റെ ഞാൻ 1000 രൂപ തന്നെ ബില്ലിടുമെന്ന് നീ പറഞ്ഞ് കേട്ടിരിക്കുന്ന കറയണ പൂട്ടിക്കൊണ്ട് പോ തന്നെ ചെയ്യേണ്ടത്. റിലയൻസ് ഇസ് വെരി ഗുഡ് അറ്റ് മാനേജിങ് ദി ഗവൺമെൻറ്. ഇതിന് നീ ബെറ്റ് ചെയ്യുന്നു എന്നാൽ ബെറ്റ് ചെയ്യും. അത് എൻ്റെ ഫിലോസഫിയിൽ അത് ഞാൻ ചോദ്യമായി ചോദിക്കുന്നു സർ, നിങ്ങളെ പോളിസിക്ക് ഒത്തുവരാത്ത കാരണം ഞങ്ങളെ വേണ്ടെന്ന് പറയുന്നു എന്നാണ്. അഫട്ടിൻ്റെ ഫിലോസഫിയിലും ഇത് തെറ്റ്, അസഫിയിലും ഇത് തെറ്റ്. അതങ്ങനെ തിരികെ പറയുന്നല്ലേ. ഞാനേ ഫിനാൻസ് മിനിസ്റ്ററാ വന്നാലും റെക്കമെൻഡഡ് കമ്പനി ഞാൻ വാങ്ങും. ഇൻവെസ്റ്റർ ഞാൻ ഒരു കാര്യം നോക്കുന്നു സർ, ഇൻഡസ്ട്രിയുടെ 1 ഇയർ റിട്ടേൺ 10%, ഇയർ റിട്ടേൺ 27% സർ, ഇയർ റിട്ടേൺ 58% സർ. എല്ലാ സ്റ്റോക്കും ഇതിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിനെ വയ്ക്കണം? ഇസി മാത്രം ഇപ്പം ബീറ്റ് ചെയ്യത്തില്ല, കാരണം ഇപ്പം അടിച്ചിരിക്കുന്നു. മറ്റപടി എല്ലാ സ്റ്റോക്കും ബീറ്റ് ചെയ്തിട്ടുണ്ട്. TC നോക്കുവാണെങ്കിൽ 3 ഇയർ റിട്ടേൺ 20% ഡൗൺ. ബട്ട് ഇത് തേർഡ് ഇയറിൽ വാങ്ങിയിരുന്നാൽ, ഇതിന് നീ വേറെ എവിടെയെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ തോന്ന ടൈമിൽ 150 അടുത്ത് വന്നായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ 100% ഇല്ലേ സാർ? അപ്പൊ ഇപ്പൊ നീ ITC വിട്, അതെ എണ്ണ അതിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. Tata Consultancies 3 ഇയർ റിട്ടേൺ 18% ഡൗൺ. അതിൻ്റെ അടുത്ത് TCS കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. കൺസിഡർ സ്റ്റോക്കിൽ 10ൽ 4 ചെന്നിരിക്കും. കൂടെ പോയില്ല. തങ്കമയില എന്തായി? റിലയൻസാ തങ്കമയില? നാത്ത ബാങ്ക് പോലെ ഉണ്ട് സർ. അപ്പുറം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കാ റിലയൻസാ? സൗത്ത് ഇന്ത്യൻ ബാങ്ക് സർ. ഏത് ബെറ്റർ? സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെ സർ. പിന്നെ പറ സർ, കറക്റ്റ് തന്നെ സർ. പക്ഷേ TCS നോക്കുവാണെങ്കിൽ ഞാൻ TCS എപ്പോൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞല്ലേ മുമ്പേ 3000 താഴെ പോകട്ടെ. 3000 താഴെ പോയപ്പോൾ കറക്റ്റ് ആണ്. 3000 മുകളിൽ ഇരുന്നപ്പോൾ ഞാനും തന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇയറിന് മുമ്പേ ആ റേഞ്ചിൽ തന്നെ ഇരുന്നു. യെസ്, ആ സമയം കൺസിഡർ ചെയ്യാതെ എന്നാണ് പറഞ്ഞത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്ത് തെറ്റാണ്. ഓക്കെ സാർ. അടുത്തത് ഏഷ്യൻ പെയിന്റ്സ്. ഇവിടെ ഇതിനൊരു മൾട്ടിപ്പിൾ കോമ്പൗണ്ട് കൺസിസ്റ്റന്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഹിറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിരുന്നു. നോക്കിയെങ്കിൽ 3 ഇയർ റിട്ടേൺ 11% തന്നെ കുറഞ്ഞിരിക്കുന്നു. ബോസ്, അതിന് നിന്റെ അടുത്ത് ഞാൻ പറയുന്നു, നിനക്ക് ഏത് വാല്യൂ എന്ന് തോന്നുന്നു അതിന് എൻ്റെ 10 ലിസ്റ്റ് എടുത്ത് 99% 5 ഇയർ നോക്കണം. ഒരു ചെറിയ ഒരു മാറ്റമല്ല, ബീറ്റ് ബൈ എ ബിഗ് മാർജിൻ. ഫൈൻ സർ, താങ്ക് യു സർ. പറയട്ടെ, നീ കേട്ടോ. ഞാൻ എന്ത് പറയാൻ വരുന്നു എന്നാൽ വേറെ നിഫ്റ്റിയമായിട്ടും എടുത്ത് നിഫ്റ്റിയിലില്ലാതെ ടാറ്റസ് മോട്ടോർ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ബജാജ് എടുക്കുവാണെങ്കിൽ ഇൻഫി അന്ന് സലയിൽ പറയക്കിൻ്റെ മുകളിൽ യൂസേഷൻ ഒരു എംപ്ലോയീസ് ഇട്ടു ജർഷം ആയി. അത് ഇന്ന് നിങ്ങളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് 600 രൂപയാണ്. 700 സംതിങ്. അതെ സർ, കറക്റ്റ്. ഇന്ന് പോസിറ്റീവ്. വളരെ പാസ്റ്റിൽ നടന്ന കാര്യമാണ്. നീ എപ്പോൾ ഇൻഫ്യൂസിനെ കൺസിഡർ ചെയ്ത് അതനുസരിച്ചുമുണ്ട് കാര്യം. നീ അത് ചെയ്തോന്ന് നീ നോക്കണം. അതിൻ്റെ ടൈംസ് ഓഫ് ട്രബിൾ നീ ചെയ്തോ എന്നതാണ് നോക്കേണ്ടത് ഇവിടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.